പറയുമ്പോൾ ഞെട്ടരുത്, കേട്ടോളി. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പം പണ്ടേ തള്ളുണ്ട്. സതീശൻ പിന്നെ തള്ളിന്റെ ആശാനാണ്. വണ്ടിയെല്ലാം ഓൾട്ടർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിനെ മറികടന്നുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്ന സതീശനല്ല. നിനക്ക് മനസ്സിലായെന്ന്? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. ഇനി ഏതാണോ രാഹുൽ ഗാന്ധി നേരിട്ട് വന്നാലും ചെയ്യാൻ പറ്റൂല. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഗണേഷ് കുമാറിനും കാര്യമില്ല, സതീശനും കാര്യമില്ല. പിന്നെ കുറച്ചൊക്കെ ഒന്ന് കണ്ണടയ്ക്കാന്നുള്ള എന്താ മജിദ്ക്ക നിങ്ങൾ ബായെടുത്ത് ബലത്ത് വെച്ച കല്യാണം മുടങ്ങുന്ന ഭർത്താനല്ലോ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞു. അപകടമാണ്. കോടതി സമ്മതിക്കില്ല. എല്ലാ ശനിയാഴ്ചയും കോടതി ഇത് പരിശോധിക്കും. എടാ ഗണേഷ് കുമാറെ, നിങ്ങളില്ലത് പഴയ ജനറേഷനെല്ലാം പുതിയ ജനറേഷൻ ഒത്തിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ പറയുന്നത് വെഹിക്കിൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഇന്ത്യയിൽ റൂളില്ലാന്ന്. ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന, കർണാടക ഇതൊക്കെ ജർമ്മനിയിലാണോ? ഇന്ത്യയിലല്ലേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. വീട്ടിലിരിക്കുക, ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ പാടില്ല. നിങ്ങളെ എന്തിനാക്കി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തതാക്കി എന്തിന്? നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്ന വെച്ചിട്ട്. പക്ഷെ ഉപകാരം കിട്ടിയിട്ടില്ല ഇതുവരെ. പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം. അടിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വിവരം അറിയും. ജയിക്കുന്നവനും മന്ത്രിയാവുന്നവനും അല്ലേ ഉത്തരവാദിത്തമുള്ളൂ. അല്ലാതെ മന്ത്രിസഭ ഉണ്ടാക്കാനും പോകുന്നില്ല, ജയിക്കാനും പോകാത്തവർക്ക് എന്ത് പറഞ്ഞൂടെ? ഇത്ര അഹങ്കാരം പാടില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ എന്താക്കുന്നത്? മാറ്റി ചിന്തിക്കുന്നത്. ബുദ്ധിയുണ്ട്. കേരള ഈസ് എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ്. പി ഡി സതീശൻ വന്നിട്ട് ചെയ്യൂന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ പറയും ഇന്ത്യയിൽ അങ്ങനത്തെ റൂളില്ല, ചെയ്യാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ പറയല. ഒന്നുമല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയാം. ബസ്സിന് ഇങ്ങനെ ഓണടിക്കല്, KSRTC ബസ്സിൽ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ?